ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മോഷണം പെരുകുന്നു. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചനയില്ല. ചെറുതുരുത്തിയിൽ തമിഴ്നാട് സ്വദേശിനിയായ യുവതിയുടെ മരണം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊലപ്പെടുത്തിയ ഭർത്താവ് തമിഴരശൻ പോലീസ് കസ്റ്റഡിയിൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ സർക്കാർതല ഓഡിറ്റിംഗിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് കോടതികൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിൽ. മത്സ്യകൃഷി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. 2ാം സ്ഥാനം പൊയ്യ പഞ്ചായത്തിന്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വ്യക്തമായ സൂചനകൾ ലഭിക്കാതെ അന്വേഷണ സംഘം. മോഷ്ടാക്കളുടെ വിരലടയാളം ലഭിച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. പ്രൊഫഷണൽ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളിൽ നിന്നും വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. ഇവിടങ്ങളിൽ ആരും CCTV ക്യാമറ വെച്ചിട്ടില്ല. 150 മീറ്റർ ദൂരത്തുള്ള ചില കമ്പനികളുടെ നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. കക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിൽ മോഷണം. ചാപ്പലിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറ കവർന്നിട്ടുണ്ട്. സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിയിക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് വിളക്കുന്തറ അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് മുൻപാണ് അവസാനമായി ഭണ്ഡാരം തുറന്ന് പണമെടുത്തത്. 3 മാസത്തോളം ഭക്തർ സമർപ്പിച്ച കാണിക്കയാണ് ഭണ്ഡാരത്തിലുണ്ടായിരുന്നത്. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ മോഷണം. ഓഫീസ് മുറിയിൽ നിന്ന് 2 ലാപ്ടോപ്പുകൾ മോഷണം പോയി. ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ചെറുതുരുത്തിയിൽ കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട തമിഴ്നാട് സ്വദേശിനിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. സെൽവിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് തമിഴരസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് മരക്കമ്പ് കുത്തിയിറക്കിയതായി തെളിഞ്ഞു. ചെറുകുടലിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. മദ്യലഹരിയിലാണ് അതിക്രൂര കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങളായി ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷാടനം നടത്തിയും ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റും ജീവിക്കുന്ന സ്ത്രീയാണ് സെൽവി. തമിഴ്നാട്ടിലെ സേലം സ്വദേശിനിയാണ്. ഭാര്യയെയും ഭാര്യാമാതാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് ചിറമനങ്ങാട് ചീരാമ്പറമ്പിൽ ഷെരീഫ് ദാരിമിയാണ് അറസ്റ്റിലായത്. സ്വന്തം പിതാവിനൊപ്പം ബന്ധുവീട്ടിൽ പോയി വൈകിയെത്തിയതിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും ഭാര്യ ഷെരീഫയെ ഇരുമ്പ് വസ്തു കൊണ്ട് തലക്കടിച്ചുവെന്നുമാണ് കേസ്. ആക്രമണത്തിൽ ഭാര്യാമാതാവിനും പരിക്കേറ്റിട്ടുണ്ട്. അടികൊണ്ട് രക്തം വാർന്ന ഷെരീഫയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെരീഫ് ദാരിമിയെ കോടതി റിമാൻഡ് ചെയ്തു. സർക്കാർ തല ഓഡിറ്റ് റിപ്പോർട്ടിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയതായി പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ SAA ആസാദ് ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്നാൽ 4 വർഷം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് കൌൺസിലിൽ അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അഴിമതിക്കും ക്രമക്കേടുകളും മറച്ചുവെക്കുന്നതിനു വേണ്ടി മുനിസിപ്പൽ സെക്രട്ടറിയും ഭരണകക്ഷിയും ഒത്തുചേർന്ന റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചതായി കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയ്ദീപ് പറഞ്ഞു. കൌൺസിലർ ബുഷ്ര റഷീദ്, KK അബൂബക്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. നിലവിൽ കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ വടക്കേ നടയിലാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും പ്രവർത്തിക്കുന്നത്. കോടതികൾ മാറ്റിസ്ഥാപിക്കുന്നത് കക്ഷികളെ ബുദ്ധിമുട്ടിക്കുമെന്നതിനൊപ്പം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രധാന പരാതി. കോടതി മാറ്റത്തിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി കൊടുങ്ങല്ലൂരിൽ നിലനിർത്താൻ മറ്റ് സംഘടനകളുമായി യോജിച്ച് സമരം ആരംഭിക്കുമെന്ന് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ NR വിനോദ് കുമാർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ കോർട്ട് കോംപ്ലക്സ് എറിയാടേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാതെയാണെങ്കിൽ അത് ന്യായമായിട്ട് നമുക്ക് അംഗീകരിക്കാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർട്ട് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോഴൊക്കെ നഗരസഭയോട് പൊതുസമൂഹം ആവശ്യപ്പെടുകയുണ്ടായി, കോർട്ട് കോംപ്ലക്സിന് വേണ്ട സൗകര്യം നഗരസഭ ഒരുക്കി കൊടുക്കണം. ടൗണിൽ നിന്ന് കുറെ അകന്ന് വലിയ ബുദ്ധിമുട്ടോടു കൂടി കോടതിയിലെ കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ദേശീയപാത 66ന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ കൊടുങ്ങല്ലൂർ നഗരവും പടിഞ്ഞാറൻ മേഖലയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന കോടതി നഗരത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത്. TCV കൊടുങ്ങല്ലൂർ. മത്സ്യകൃഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിന് 1ാം സ്ഥാനം ലഭിച്ചു. 2ാം സ്ഥാനം പൊയ്യ പഞ്ചായത്തിനാണ്. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂട് മത്സ്യകൃഷി, പടുതക്കുളം, മുറ്റത്തൊരു മീൻതോട്ടം, മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും, ബയോഫ്ലോക്സ് മത്സ്യകൃഷി എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയിപ്പിച്ചത് പരിഗണിച്ചാണ് അംഗീകാരം. ബുധനാഴ്ച തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന മത്സ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം മത്സ്യ കർഷക അവാർഡ് ജൂലൈ മാസം 10-ാം തീയതി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുകയാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 1ാം സ്ഥാനം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി തൃശ്ശൂർ, 2ാം സ്ഥാനം പൊയ്യ ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ. തൈക്കാട്ടുശ്ശേരിയിൽ റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ദുരന്തമൊഴിവായത് സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം മൂലം. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാൻ ഡ്രൈവറായ വിജയകുമാറിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തമൊഴിവായത്. തലോർ ഭാഗത്തുനിന്ന് കുട്ടികളുമായി വല്ലച്ചിറയിലെ സ്കൂളിലേക്ക് വരുമ്പോഴാണ് സംഭവം. തൈക്കാട്ടുശ്ശേരി ഗേറ്റ് തുറന്ന് കിടക്കുന്നതിനാൽ സ്കൂൾ വാൻ എടുത്ത് പകുതിയോളം ഭാഗത്തെത്തിയപ്പോഴാണ് ട്രാക്കിലൂടെ തൃശൂർ ഭാഗത്തുനിന്ന് തീവണ്ടി വരുന്നത് കണ്ടത്. സ്കൂൾ വാനിലെ കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്തു. സിഗ്നൽ ലഭിക്കാത്തതിനാൽ തീവണ്ടി ഗേറ്റ് എത്തുന്നതിനേക്കാൾ മുമ്പ് നിൽക്കുകയായിരുന്നു. യെല്ലോ സിഗ്നൽ കിടക്കായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യാറ്. കയറി ഫസ്റ്റ് ട്രാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ സിഗ്നൽ കിട്ടി തുടങ്ങി ചെയ്തു. റെഡ് സിഗ്നൽ വീഴുകയും ചെയ്തു. ട്രെയിൻ ഒരു 300 മീറ്ററിന് അകലെ എത്തുകയും ചെയ്തു. എത്തിച്ചപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ പരിഭ്രമിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കും ഒച്ചയും ബഹളമായപ്പോൾ ഞാൻ ചവിട്ടുകയും ചെയ്തു. പെട്ടെന്ന് വണ്ടി എടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പിന്നെ വണ്ടി എത്തുന്നതനുസരിച്ച് നമുക്ക് കാല് കൊടുത്തിട്ട് വണ്ടി മുമ്പോട്ട് പോകണമില്ല. മനുഷ്യന്റെ വെപ്രാളം കൊണ്ടേ. അപ്പം ഞാനത് വീണ്ടും കാല് കൊടുത്ത് വണ്ടി എടുത്ത് ഗേറ്റിനപ്പുറത്ത് കടന്നു. ഞാൻ ചേച്ചിയോട്, ഗേറ്റിലെ ലേഡിയായിരുന്നു, ആ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു, ചേച്ചിയെ ഗേറ്റ് തുറന്നുണ്ട്, എന്റെ കൈ കാണിച്ചു. എന്താ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. കുന്നംകുളം പഴുന്നാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ 2-അംഗ സംഘം ബസ്സിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബസ് തൊഴിലാളികൾ സംയുക്തമായി പണിമുടക്കിയത്. രാത്രിയിൽ പ്രഖ്യാപിച്ച പണിമുടക്ക് അറിയാതെ എത്തിയ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലെ ഫിദാമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. പഴുന്നാന സ്വദേശികളായ ഫയാസ്, ഷാഫി എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് ബസ് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കുന്നംകുളം പഴുന്നാനയിൽ ബസ് ഡ്രൈവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലെ സംയുക്ത ബസ് തൊഴിലാളികൾ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി.
ബസ് ജീവനക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന് കൈമാറി. CITU നേതാക്കളായ KK ഷൈജു, KM അഷ്റഫ്, INTUC നേതാവ് സുരേഷ് കുമാർ, BMS നേതാവ് കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ്, കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. റോഡ് മാറി സ്വകാര്യ വഴിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ട വിരിച്ച സംഭവത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചതായി സൂചന. കട്ട വിരിച്ച വഴി പഞ്ചായത്ത് ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എറണാകുളത്ത് താമസിക്കുന്ന മാള സ്വദേശി റോസ്മി മാസങ്ങൾക്ക് ശേഷം എത്തിയപ്പോഴാണ് നടപ്പവകാശം ലഭിച്ചിട്ടുള്ള നടവഴി ഉടമസ്ഥയറിയാതെ കട്ട വിരിച്ചെറിഞ്ഞത്. റോഡിന്റെ വശത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ട വിരിച്ചതായി ശിലാഫലകം കണ്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. തുടർന്ന് മാള പഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച് TCV വാർത്തയും നൽകിയതോടെ സംഭവത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയത്. 4,93,412 രൂപ ചിലവഴിച്ചാണ് 100 മീറ്റർ വഴി ടൈൽ വിരിച്ചിട്ടുള്ളത്. ഇതേ വാർഡിലെ മറ്റൊരു റോഡിന് ഉപയോഗിക്കേണ്ട 2023-24 വർഷത്തെ പദ്ധതിയാണ് പാഴായിട്ടുള്ളത്. തൃശൂർ മുളങ്ങുന്നത്തുകാവ് കോക്കുളങ്ങരയിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കമ്പനിയിൽ വൻ തീപിടുത്തം. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഫിന്നി ലൂയിസ് ചേരുകയാണ്. ഫിന്നി, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രിയ, ഇന്ന് രാത്രി 7:45 മുളങ്ങത്താവ് കോക്കുളങ്ങരയിലുള്ള ഈ ബുള്ളറ്റിന്റെ സ്പെയർ പാർട്സ് കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായത്. കമ്പനി പൂർണ്ണമായും കത്തിയതായിട്ടാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുള്ളിൽ ഒരാൾ പെട്ടതായി, ഈ തീപിടുത്തമുണ്ടായ കമ്പനിക്കുള്ളിൽ ഒരാൾ പെട്ടതായി സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ തീ പൂർണ്ണമായും കെടുത്ത ശേഷം വേണം ആ തെരച്ചിൽ നടത്താനായിട്ട്. ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇപ്പോൾ ആംബുലൻസ് സംവിധാനം ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. ആള് പെട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോൾ ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനി വൻ തീപിടുത്തം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി പൂർണ്ണമായും കത്തുന്ന രീതിയിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത് എന്നാണ് ഫയർഫോഴ്സ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തുടരുകയാണ്. റിയ, ഫിന്നിയാണ് വിവരങ്ങൾ നൽകിയത്. മുളങ്ങത്തുകാവ് കോക്കുളങ്ങരയിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കമ്പനിയിലാണ് വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഒരാൾ പെട്ടതായിട്ടും സൂചനയുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. അക്കിക്കാവ് TMVHS സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. കരിക്കാട് സ്വദേശി താഴത്തേതിൽ വീട്ടിൽ 16 വയസ്സുള്ള ഷർഹാനാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺസ് ധരിക്കാൻ ഷർഹാനോട് പറഞ്ഞത് ഷർഹാൻ നിരസിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ പഴഞ്ഞി റോഡിൽ മർദ്ദിച്ചതെന്ന് ഷർഹാൻ പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഷർഹാൻ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം. 10ാം ക്ലാസ്സുകാരന് +1 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. നടന്നത് റാഗിംഗ് ആണെന്ന് രക്ഷിതാക്കളുടെ പരാതി. 6ഓളം +1 വിദ്യാർത്ഥികൾ ചേർന്നാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും മർദ്ദിച്ചത്.
കഴുത്തിന് പിൻഭാഗത്ത് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ മാസം 1-നായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യാറുണ്ടെന്നും ഇത് പരാതിപ്പെട്ടാൽ അതിന്റെ പേരിൽ മർദ്ദിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയതായും, എന്നാൽ ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടും അധ്യാപകരും സ്കൂൾ അധികൃതരും യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ലെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. 9ൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് നിരന്തരമായി അടിക്കൽ, റാഗിങ്, ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങരുത് പറഞ്ഞ് എപ്പോഴും അടിക്കും. ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ചീറയുടെ ചുണ്ട് പൊളിക്കുക, പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞിട്ട് പോസ്റ്റർ ആര് കയറിയെന്ന് പറഞ്ഞിട്ട് അതിനടിക്കുക, വയറ്റിക്ക് ഇടിക്ക് വിടിവാള കൊണ്ട് കുത്തി, തലയിലേക്ക് കുത്തി, നെഞ്ചത്തേക്ക് കുത്തി. എന്നിട്ടും സാറുമാരും ടീച്ചർമാരും കൂടി ഇന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. കംപ്ലൈന്റ് കൊടുത്തതൊന്നും HM ഒന്നും പറയുന്നില്ല. സംഭവത്തിൽ രക്ഷിതാക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് നിർബന്ധപൂർവ്വം മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികളോട് TC വാങ്ങി വേറെ സ്കൂളിലേക്ക് പോകുവാൻ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടെന്ന് എഴുതി വാങ്ങിയതായും രക്ഷിതാക്കൾ ആരോപിച്ചു. എന്നാൽ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികൾ നിരന്തരം സ്കൂളിലെ പ്രശ്നക്കാരാണെന്നും ഇവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സ്കൂൾ പ്രധാനാധ്യാപിക ആൻസി മാത്യു പറഞ്ഞു. 2 വർഷമായിട്ട് നടക്കുന്ന പല ഇഷ്യൂസിലും ഇവർ ഉൾപ്പെടുന്നത് 2 കുട്ടികൾ. പേരൻസിനെ എപ്പോഴും വിളിപ്പിക്കും. അവർ വന്നിട്ട് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് പോകാറാണ് പതിവ്. അതിൽ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചിരുത്തി ബിഹേവിയർ പ്രോബ്ലം എന്തെങ്കിലും ആച്ചാൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്നൊക്കെ പേരൻസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അടിപിടി ഉണ്ടായപ്പോൾ മാഷുമാർ പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു. ഇല്ല, അടി കിട്ടിയ കുട്ടികൾ ഒരു കുട്ടിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളൂ. ആ കുട്ടീൻ്റെ എതിരെ പ്രിൻസിപ്പൽ +1 കുട്ടിയാണ്, പ്രിൻസിപ്പൽ നടപടി എടുത്തിട്ടുണ്ട്. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളിൽ നിന്നും 1000 രൂപ ഈടാക്കി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയതായി വിമർശനം. പ്രത്യേക ക്യൂ സംവിധാനം വിവേചനപരമാണെന്നും എല്ലാവർക്കും കാലതാമസം കൂടാതെ ദർശനം നടത്താനുള്ള സൌകര്യമൊരുക്കുകയാണ് വേണ്ടതെന്നും മറ്റ് 3 ക്ഷേത്രങ്ങളിലും ഈ സംവിധാനമില്ലെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും പ്രദീപ് മേനോൻ നിവേദനം നൽകി. നെയ്വിളക്ക് ദർശനം എന്ന പേരിൽ 1000 രൂപ ഈടാക്കി 2 പേർക്ക് വരിയിൽ നിൽക്കാതെ ദർശനം നടത്താനുള്ള സൌകര്യമൊരുക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേവസ്വം അധികൃതർ വിശദീകരിച്ചു. കഴിഞ്ഞ മാസം 30-ന് ചേർന്ന ഭരണസമിതി യോഗമാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ചാവക്കാട് ജ്വല്ലറി കാവൽക്കാരനെ ബാറിലെ ജീവനക്കാരൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തിരുവത്ര സ്വദേശി കാളിരകത്ത് വീട്ടിൽ 60 വയസ്സുള്ള ഉമ്മറിനെയാണ് മർദ്ദിച്ചത്. ബാറിലേക്ക് കാറുമായി വന്ന വ്യക്തിക്ക് വഴിയിൽ ബൈക്ക് തടസ്സമാകുന്നെന്ന് ആരോപിച്ച് ഉമ്മറിനെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഉമ്മറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, CPM ലോക്കൽ സെക്രട്ടറി KH സലാം, ലോക്കൽ കമ്മിറ്റി അംഗം TM ഹനീഫ തുടങ്ങിയവർ ഉമ്മറിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ ബൈക്കിൽ നിന്ന് വീണ് സ്ത്രീക്ക് പരിക്കേറ്റു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി ശ്രീനാരായണപുരത്ത് നളിനി സുനിൽകുമാറിനാണ് പരിക്കേറ്റത്. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് തെക്ക് കപ്പേളയ്ക്ക് മുന്നിലായിരുന്നു അപകടം. മകനുമൊത്ത് ബൈക്കിൽ പോകവെ നളിനിയുടെ സാരി പിൻചക്രത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാട്ടാന റേഷൻ കട തകർത്തു. കൊമ്പനാന റേഷൻ കടയുടെ മുൻഭാഗമാണ് തകർത്തിട്ടുള്ളത്. പുറത്തുള്ള ഒരു തൂണും കൂടി മറിച്ചിട്ടു. സമീപത്തെ ക്യാന്റീൻ തൊഴിലാളികൾ ബഹളം വച്ചപ്പോൾ ആന കാട്ടിലേക്ക് കയറിപ്പോയി. ഇവിടെ ആനകൾ സ്ഥിരമാണെങ്കിലും ആക്രമണങ്ങൾ പതിവില്ല. ഷോളയാർ മേഖലയിൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമായ കാട്ടാന കബാലിയെ നിരീക്ഷിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും നടപടിയുമായി വനംവകുപ്പ്. പ്രദേശത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനാണ് തീരുമാനം. ഇതിനായി ഒരു വാഹനം സ്ഥിരമായി ഏർപ്പെടുത്തും. റോഡിലിറങ്ങി നിൽക്കുന്ന കാട്ടാനയെ പ്രകോപിപ്പിക്കാതെ ഉടനെ കാട്ടിലേക്ക് തന്നെ മടക്കിവിടുകയായിരിക്കും ഇവരുടെ ലക്ഷ്യം. നടപടിയുടെ ഭാഗമായി വാഴച്ചാൽ DFO R ലക്ഷ്മി സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. ഇതിനിടെ കബാലി വാഹനങ്ങൾ തടഞ്ഞിടുന്നത് പതിവായിരിക്കുകയാണ്. തിങ്കളാഴ്ച ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ 1 മണിക്കൂറോളമാണ് തടഞ്ഞിട്ടത്. കാറളം കിഴുത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ 6ഓളം പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെരുവുനായ നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കിഴുത്താണി സ്വദേശികളായ ഐക്കരപ്പറമ്പിൽ സുനന്ദ, കൂട്ടാലക്കൽ ശ്രീകുട്ടൻ,
കുഞ്ഞലിക്കാട്ടിൽ ഷെന്തിൽകുമാർ, കുന്നത്തപ്പറമ്പിൽ സൗദാമിനി, വെട്ടിയാട്ടിൽ അനിത, പുല്ലൂർ സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ രമ എന്നിവർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീട്ടിലിരിക്കുകയായിരുന്ന വയോധികയുമാണ് നായ ആക്രമിച്ചത്. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. തളിക്കുളത്തു നിന്നുള്ള ഡോഗ് റെസ്ക്യൂ വിദഗ്ധരെത്തി നായയെ പിടികൂടി. നായയെ ഒരാഴ്ചക്കാലം കൂട്ടിലടച്ച് നിരീക്ഷിക്കുവാനാണ് തീരുമാനം. പട്ടിയുടെ വരുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ പട്ടിയിൽ നിന്ന് കാണിച്ചപ്പോൾ അത് വന്ന് കടിക്കുകയും ചെയ്തു. കടിച്ച് ഞാൻ മുണ്ട് കൊടുത്തായിരുന്നു. കടിച്ച് മുണ്ടടക്കം വായിൽ പെട്ടു. പട്ടി പിന്നെ മുണ്ടും കൊണ്ട് അങ്ങോട്ട് ഓടി. ഭാര്യയും കിടാവുണ്ടായിരുന്നു. കിടാവിന് വേഗം ഭാര്യ പൊക്കി പിടിച്ചവരുകൊണ്ട് അവരെ കടിച്ചില്ല. നേരെ റോട്ടിൽ തെരുവ് നായ്ക്കളുടെ ക്രമാതീതമായ വർധനവ് തടയുന്നതിനുള്ള നിയമ നടപടിക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രമേയവുമായി അരിമ്പൂർ പഞ്ചായത്ത് ഭരണസമിതി. ഐക്യകണ്ഠേനയുള്ള പിന്തുണയുമായി ബിജെപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. അരിമ്പൂർ പഞ്ചായത്തിലെ 17 വാർഡുകളിലും തെരുവുനായ് ശല്യം രൂക്ഷമാണ്. ചുറ്റുമുള്ള പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിൽ നിറഞ്ഞു. രൂക്ഷമായ നായശല്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് പഞ്ചായത്ത് നിവാസികൾ. തെരുവുനായ്ക്കളുടെ അനിയന്ത്രിതമായ വർധനവ് തടയുന്നതിന് ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടി എടുക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ ശ്രീ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുന്നതിനും അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രമേയം വഴി അവതരിപ്പിക്കുന്നു. വളർത്തുമൃഗങ്ങൾക്കും മനുഷ്യർക്കും നേരെ ഇവയുടെ ആക്രമണം പതിവാകുകയാണ്. 17-ാം വാർഡിൽ പേവിഷബാധയേറ്റ നായ് സ്കൂളിൽ നിന്നും വന്നിരുന്ന കുട്ടിയെയും രക്ഷിക്കാൻ ശ്രമിച്ചവരെയും ആക്രമിച്ച സംഭവമുണ്ടായി. കൂടാതെ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടുന്ന നായ്ക്കളാൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മനേകാ ഗാന്ധി ഹൈക്കോടതി വഴി നായ്ക്കളെ കൊല്ലുന്നതിനെതിരെയും കുടുംബശ്രീ വഴി നടപ്പിലാക്കി വന്നിരുന്ന ABC പ്രോഗ്രാമിനെതിരെയും സമ്പാദിച്ച കോടതി വിധി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മനേകാ ഗാന്ധി മൂലമുണ്ടായ ഹൈക്കോടതി വിധിയെ മറികടക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപടിയെടുക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കെ രാഗേഷ് അവതരിപ്പിച്ച പ്രമേയം സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു. BJP അംഗവും കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. TCV ന്യൂസ്, തൃശൂർ. റവന്യൂ കൃഷി ഓഫീസർമാർ പിടിച്ചെടുത്ത 2 JCBകൾ 55 ദിവസത്തിന് ശേഷം നിരുപാധികമായി വിട്ടുനൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പഴഞ്ഞി വില്ലേജ് ഓഫീസർ ഷാജു, കാട്ടകാമ്പൽ കൃഷി ഓഫീസർ അനൂപ് എന്നിവർ പിടിച്ചെടുത്ത 2 JCBകളാണ് വിട്ടുനൽകാൻ കളക്ടർ ഉത്തരവിട്ടത്. പോർക്കുളം പൊന്നംപാടത്ത് പഴഞ്ഞി സ്വദേശി റെയ്മോന്റെ ഇരിപ്പു കൃഷി നിലത്ത് മത്സ്യകൃഷി ചെയ്യുവാൻ അനുയോജ്യമായ രീതിയിൽ സ്ഥലം ഒരുക്കുന്നതിനിടെയാണ് കുന്നംകുളം സ്വദേശി അസീസ്, പോർക്കുളം സ്വദേശി ശരവണൻ എന്നിവരുടെ JCBകൾ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ചേർന്ന് പിടികൂടിയത്. മത്സ്യകൃഷി ചെയ്യുവാൻ സ്ഥലം ഉടമയ്ക്ക് മതിയായ രേഖകളും അനുമതി പത്രവും ഉണ്ടായിരുന്നു. രേഖകൾ ഉദ്യോഗസ്ഥരെ കാണിച്ചെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ 2 JCBകളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ധിക്കാരപരമായ നടപടിക്കെതിരെ വില്ലേജ് ഓഫീസർക്കെതിരെയും കൃഷി ഓഫീസർക്കെതിരെയും ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് JCB ഉടമ KA അസീസ് അറിയിച്ചു. ഈ പോർക്കുളത്തെ പൊന്നം എന്ന് പറയുന്ന പ്രദേശത്തെ ഉയർന്ന പാടശേഖരത്ത് മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ 2 വണ്ടികൾ അന്ന് രാവിലെ 10 മണിക്ക് അവിടെ പണിക്ക് പോയപ്പോൾ ആ മത്സ്യ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അംഗീകരിച്ച എല്ലാ പേപ്പറുകളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാട്ടാമ്പൽ പഞ്ചായത്തിൻ്റെ എല്ലാ കടലാസുകളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളവിടെ വണ്ടി പണിക്ക് പറഞ്ഞയച്ചത്. എന്നാൽ കാട്ടകാമ്പാൽ വില്ലേജ് ഓഫീസർ ഷാജു എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പഴഞ്ഞി കൃഷി ഓഫീസർ അനൂപ് വിജയൻ എന്ന് പറയുന്ന ആളും അവിടെ വന്ന് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് 2 വണ്ടികളും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിലെ മുടിക്കോട് ചാത്തംകുളം നവീകരണം അന്തിമഘട്ടത്തിൽ. ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള ഈ കുളം ഒരേ സമയം നാട്ടിലെ മുഖ്യ ജലസ്രോതസ്സും വിനോദ കേന്ദ്രവുമാവുകയാണ്. 23-ാം വാർഡ് മുടിക്കോട് പീച്ചി വാഴാനി ടൂറിസം ഇടനാഴിയോട് ചേർന്ന് 1 ഏക്കർ 55 സെന്റ് വിസ്തൃതിയുള്ള ചാത്തംകുളം ചുറ്റുമിടിഞ്ഞ് ചെളിയും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് നാടിന്റെ സ്വപ്ന സാഫല്യമായി പുനർജനി കൊള്ളുന്നത്. സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ ഇടപെടലിൽ ലഭിച്ച ബജറ്റ് വിഹിതം ഉപയോഗിച്ച് KLDC-യാണ് കുളം നവീകരിക്കുന്നത്. ചുറ്റും പാർശ്വഭിത്തിയും 3 ഭാഗത്ത് പടവുകളും നിർമ്മിച്ച് 100 മീറ്റർ നീളത്തിലും 40 മീറ്റർ വീതിയിലുമായാണ് കുളം നവീകരണം പൂർത്തിയാകുന്നത്.
കുളത്തിനു ചുറ്റും 2 മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മിച്ച് ഹാൻഡ് റെയിൽ സ്ഥാപിക്കുന്നതോടെ കുളം നാടിന് സമർപ്പിക്കും. ശാപം കിട്ടിക്കിടക്കുന്ന കുളമെന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ ഇതിനെ പറയാറ്. കാരണം എത്രത്തോളം അതിനെ വൃത്തിയാക്കിയാലും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാകുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയായിരുന്നു ഈ കുളത്തിൻ്റേത്. ഈ കുളം ഇങ്ങനെയാകാൻ കാരണം തന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജേട്ടനാണ്. 2023-24 ബഡ്ജറ്റിൽ ഈ കുളത്തിന് 2 കോടി അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുളത്തിനെ നല്ല രീതിയിലേക്ക് ആക്കണമെങ്കിൽ ഈ 2 കോടി മതിയാവുകയില്ലെന്നും നമ്മൾ വീണ്ടും നമ്മുടെ ആവശ്യപ്രകാരം അദ്ദേഹം 1.25 കോടി നമുക്ക് കൂട്ടിത്തരികയും ചെയ്തിട്ടുണ്ട്. 3 കോടി 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നത്. 2ാം ഘട്ടത്തിൽ റോഡിന് അഭിമുഖമായുള്ള 2 പടവുകൾക്ക് മുൻപിൽ പരമ്പരാഗത രീതിയിലുള്ള പടിപ്പുരകളും 4 മൂലകളിൽ ഹട്ടുകൾ നിർമ്മിച്ച് ഓപ്പൺ ജിം, വിനോദത്തിനായി പെഡൽ ബോട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വാർഡ് വികസന സമിതി കൺവീനർ PS ശിവപ്രശോഭ് പറഞ്ഞു. കുളത്തിൻ്റെ ഉള്ളിലുള്ള പണികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. തുടർ പണി എന്ന രീതിയിൽ ഈ കുളത്തിൻ്റെ കെട്ടിനോട് ചേർന്നിട്ട് 2 മീറ്റർ വീതിയിൽ ഒരു ജോഗിംഗ് ട്രാക്കും അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ വീഴാതിരിക്കാനായിട്ട് ഉള്ളിൽ ഹാൻഡ് റെയിൽ, പുറമെ ഒരു കെട്ട് ഉൾപ്പെടെയാണ് ഇതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഭാവിയിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ, ഓപ്പൺ ജിം സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഭാവിയിൽ പെഡൽ ബോട്ട് സംവിധാനം ഉൾപ്പെടെ ചെയ്യാനായിട്ട് വാർഡ് വികസന സമിതി ഉദ്ദേശിക്കുന്നുണ്ട്. പാർശ്വഭിത്തി നിർമ്മാണം കഴിഞ്ഞ കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകളാണ് നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി ഇവിടെ എത്തുന്നത്. 100-ലേറെ കുട്ടികൾ സൗജന്യമായി ഇതിനകം നീന്തൽ പരിശീലനം നേടിക്കഴിഞ്ഞു. നാട്ടിലെ എല്ലാവരെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ലൈഫ് ജാക്കറ്റുകളും എയർ ട്യൂബുകളും പഞ്ചായത്തിൻ്റെ വിഹിതം ഉപയോഗിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഒരു മാസത്തിനിടെ 2 തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു. മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണക്കിണിയൊരുക്കി കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. മെക്കാഡം റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട കുഴി അപകടങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് 1 മാസം മുമ്പ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി അടച്ചിരുന്നു. മഴ തുടങ്ങിയതോടെ ടാറിംഗ് ഇളകി കുഴി തുറന്നപ്പോൾ അധികൃതർ വീണ്ടും കുഴിയടച്ചു. എന്നാൽ ദിവസങ്ങൾക്കകം മെറ്റലും ടാറും ഇളകിപ്പോയി റോഡിലെ കുഴി പിന്നെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കുഴി പെട്ടെന്ന് കാണാനാവാത്തതിനാൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മുണ്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 9 മാസം പിന്നിട്ടിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ആരോപിച്ചു. മുണ്ടൂർ കുന്നകുളം റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെയും രജിസ്ട്രാർ ഓഫീസിലെ കാര്യത്തിൽ കാണിക്കുന്ന ജനവഞ്ചനയ്ക്കെതിരെയും ജനകീയ സമരം ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോണി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, ജില്ലാ സെക്രട്ടറി ആൻസൺ K. ഡേവിഡ്, ദളിത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് MK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനയിലൂടെ അറിഞ്ഞ ഉണ്ണീരി മുത്തപ്പനും കമ്മളൂട്ടിയും ചോലകുളങ്ങര ഭഗവതിയും ആൾരൂപം പൂണ്ട് കാളക്കളിയുടെ അകമ്പടിയോടെ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ കുട്ടികളടങ്ങുന്ന സദസ്സിന് തട്ടക വായന വേറിട്ടൊരു വായന അനുഭവമായി. കോവിലന്റെ 101ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോവിലൻ ട്രസ്റ്റും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച വായനോത്സവത്തിലാണ് തട്ടകം 1ാം അധ്യായം പുറപ്പാട് എന്ന പേരിൽ നാടക രൂപാന്തരമായി അവതരിപ്പിക്കപ്പെട്ടത്. വായനോത്സവം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ PS ബിജോയ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AM റീന, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, MK ഷംസുദ്ദീൻ, പുഷ്പാകരൻ കണ്ടാണശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം പരീക്ഷയിൽ 1ാം റാങ്ക് നേട്ടവുമായി വൈദികൻ. പോന്നൂർ മുരിങ്ങാത്തേരി ഔസേബ് കൊച്ചുമേരി ദമ്പതികളുടെ മകൻ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരിയാണ് 1ാം റാങ്ക് നേടിയത്. നിലവിൽ ആറ്റത്ര പള്ളി വികാരിയാണ്. പോർക്കുളം പഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലം ഒരുങ്ങുന്നു. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിൽ കളിസ്ഥലം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം 85 സെന്റ് സ്ഥലമാണ് മൈതാനത്തിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകളിൽ വിശാല മൈതാനങ്ങൾ ഉള്ളപ്പോഴും പോർക്കുളം പഞ്ചായത്തിൽ കളിസ്ഥലമില്ലായിരുന്നു. ഗ്രാമസഭകളിൽ കളിക്കളം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സ്ഥലം കണ്ടെത്തി മൈതാനമാക്കി മാറ്റാൻ അധികൃതർ മുൻകൈയെടുത്തിരുന്നില്ല.
കേരളോത്സവം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നടത്തിയിരുന്നത്. പഞ്ചായത്തിലെ കന്നുകാലി മേച്ചിൽ സ്ഥലമായി കിടന്നിരുന്ന കുന്നിൻപുറമാണ് കളിസ്ഥലത്തിന് ഉപയോഗിക്കുന്നത്. 1 ഏക്കർ സ്ഥലമുണ്ടായിരുന്നതിൽ 15 സെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകിയിരുന്നു. ബാക്കി 85 സെന്റ് സ്ഥലം മൈതാനം നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിനായി മൈതാനം ഒരുക്കലും വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണവും നടത്തേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പണം ഉപയോഗിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. തിരുവില്ലാമല ഐവർമഠം മാധവ വാരിയർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ 6ാമത് മാധവപ്രിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. നാടകപ്രതിഭ നരിപ്പറ്റ രാജുവിനാണ് മാധവപ്രിയ പുരസ്കാരം. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 27-ന് പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ പ്രാദേശിക ഭരണ സംവിധാനം പഠിക്കാൻ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കയ്പമംഗലം പഞ്ചായത്തിലെത്തി. 20 അംഗ ഉന്നത ഉദ്യോഗസ്ഥരാണ് കയ്പമംഗലത്ത് എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു. ഫ്രണ്ട് ഓഫീസ്, ആയുർവേദ ആശുപത്രി, സ്കൂൾ, കൂരിക്കുഴി വിസ്മയതീരം പാർക്ക്, അംഗൻവാടി, കൃഷിഭവൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. The group of officers, 20 officers, we have come from Himachal Pradesh to this Kerala Institute of Local Administration for a training and exposure visit. And during this exposure visit, it is the first panchayat we visited, and we learnt the governance of the panchayat and the different departments which are controlled by the concerned panchayat. And we also visited one house of the local ward member. Here this governance, particularly in the field of this Panchayati Raj institution under the Panchayati Raj Act. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശുചീകരണ വിഭാഗം തൊഴിലാളികളെ ഗുരുവായൂർ നഗരസഭ സ്വച്ഛ് ചാമ്പ്യൻ ഉപഹാരം നൽകി ആദരിച്ചു. വി ശാന്ത, എ വി ശിവപ്രസാദ് എന്നിവരെയാണ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സ്വച്ഛ് ചാമ്പ്യൻ ഉപഹാരം നൽകി ആദരിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്വച്ഛ് സർവേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കായി സ്വച്ഛ് ചാമ്പ്യൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഒല്ലൂർ അരിസ്റ്റോ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലവും ഒല്ലൂർ മണ്ഡലവും പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ടോജോ തിമോത്തി, അബ്ദുൽ മജീദ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കിലുക്കാംപെട്ടി പദ്ധതി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പരിധിക്കുള്ളിലെ അങ്കണവാടികളിലേക്കുള്ള ബേബി ഡെസ്കുകളും ബേബി ചെയറുകളും വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. നിജിലിന്റെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടി നാട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അരിമ്പൂരിൽ റോഡിൽ വീണുകിടന്നിരുന്ന തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവർ കൈപ്പിള്ളി വലിയപുരയ്ക്കൽ നിജിലിന്റെ ചികിത്സയ്ക്കായാണ് നാട് സഹായം തേടുന്നത്. എറവ് കൈപ്പിള്ളി റോഡിൽ അകമ്പാടത്തിന് സമീപമായിരുന്നു അപകടം. രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. നിജിലിന്റെ ചികിത്സാ സഹായനിധി വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകരായ പ്രതാപൻ വാലത്ത്, സന്തോഷ് വെളുത്തൂർ എന്നിവർ പങ്കെടുത്തു. തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ ചൊവ്വാഴ്ച ഓട്ടോ ഓടിച്ച് ലഭിച്ച തുക മുഴുവൻ ചികിത്സാ ചിലവിലേക്ക് നൽകും. നിജിലിന്റെ വരുമാനം മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഭാര്യയും 2 കൊച്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് ഭീമമായ ചികിത്സാ ചെലവ്. സുമനസ്സുകൾക്ക് കനറ ബാങ്കിന്റെ കണ്ടശാങ്കടവ് ശാഖയിലെ 0810103812 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV അന്തിക്കാട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ.
വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3715 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മോഷണം പെരുകുന്നു. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചനയില്ല. ചെറുതുരുത്തിയിൽ തമിഴ്നാട് സ്വദേശിനിയായ യുവതിയുടെ മരണം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊലപ്പെടുത്തിയ ഭർത്താവ് തമിഴരസൻ പോലീസ് കസ്റ്റഡിയിൽ. വടക്കാഞ്ചേരി നഗരസഭയിലെ സർക്കാർ തല ഓഡിറ്റിംഗിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിൽ. മത്സ്യകൃഷി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് സംസ്ഥാന പുരസ്കാരം. 2ാം സ്ഥാനം പൊയ്യ പഞ്ചായത്തിന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.